ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യ-US വ്യാപാര കരാർ ഇന്ന് ലോകം പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിനും കരാർ ഗുണം ചെയ്യും പീയൂഷ് ഗോയൽ. ഇന്ത്യ-US വ്യാപാര കരാറിൽ ലോകം ഇന്ന് പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിനും ഈ കരാറിന്റെ ഗുണം ലഭിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ച നടത്തി. ഇന്ത്യയ്ക്ക് മേൽ 50% താരിഫ് US ചുമത്തിയിരുന്നു. ഇന്ത്യ-US കരാർ എന്ന് പൂർത്തിയാകുമെന്ന് പ്രതിപക്ഷം പോലും ചോദിച്ചിരുന്നു. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരട്ടത്താപ്പ്. അതാണിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വലിയ കരാറിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകർക്കും ക്ഷീരകർഷകർക്കും വേണ്ടിയാണ് ചിന്തിക്കുന്നത്. കർഷക ക്ഷീര മേഖലകളെ എപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. US വ്യാപാര കരാറിലും കൃഷി ക്ഷീര മേഖലകൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കുവാൻ വയ്യെങ്കിൽ ഇന്ത്യ വിട്ടു പോകാം. സ്വകാര്യതാ നയത്തിൽ വാട്സാപ്പിനെതിരെ കടുപ്പിച്ച് സുപ്രീംകോടതി. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പിന്റെ സ്വകാര്യതാ നയങ്ങളുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഉടമകളായ മെറ്റയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. രാജ്യത്തെ പൌരന്മാരുടെ സ്വകാര്യത വച്ച് കളിക്കുവാൻ അനുവദിക്കില്ലെന്നും ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കുവാൻ സാധിക്കില്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകാം എന്നുമാണ് സുപ്രീംകോടതിയുടെ രൂക്ഷമായ താക്കീത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുമാണ് വിമർശനങ്ങൾ. ഉപയോക്താവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാട്സാപ്പിന്റെ 2021 സ്വകാര്യ നയത്തിനെതിരെയാണ് കോടതിയുടെ വിമർശനങ്ങൾ. ഉപയോക്താക്കളുടെ താൽപര്യങ്ങളും സ്വഭാവവും അഭിരുചിയും വിശകലനം ചെയ്ത് ഇവ പരസ്യത്തിനും മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നത് അവകാശ ലംഘനമാണെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. പൌരന്മാരുടെ സ്വകാര്യത കമ്പനികളുടെ ബിസിനസ് താൽപര്യങ്ങൾക്കായി വിട്ടുകൊടുക്കാനാകില്ല. വിപണിയിൽ ഒരു കുത്തകയായി നിൽക്കുന്ന വാട്സാപ്പ് സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നും കോടതി പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ UDF അധികാരത്തിൽ വരും. ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ടു പോകും. ദീപാദാസ് മുൻഷി. സംസ്ഥാനത്ത് ഇത്തവണ UDF അധികാരത്തിൽ വരുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. കൂടുതൽ പ്രവചനങ്ങൾക്കില്ലെന്നും ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നും ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കുവാൻ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് മുൻപ് ആദ്യ പട്ടിക പുറത്തിറക്കുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. വിജയസാധ്യത മാത്രമാകും സ്ഥാനാർത്ഥി നിർണയത്തിലെ ഘടകമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും ശതാബ്ദി ആഘോഷം UDF മഹാസമ്മേളനം നടത്തും. രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുമെന്ന് അടൂർ പ്രകാശ് MP. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാഗാന്ധിയുടെയും സമാഗമ ശതാബ്ദി ആഘോഷം UDF മഹാസമ്മേളനം നടത്തുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് MP. ആശ്രമ മൈതാനമാണ് സമ്മേളനവേദി. രാഹുൽ ഗാന്ധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസ് പ്രസ്ഥാനം പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും സ്ക്രീനിംഗ് കമ്മിറ്റി കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനിക്കുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട ഘടകമെന്നും അദ്ദേഹം പറഞ്ഞു. റോക്കറ്റിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെ ഹൈഡ്രജൻ ചോർച്ച. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ആർടെമിസ് 2 ദൌത്യം മാറ്റിവച്ചു. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന നാസയുടെ ആർടെമിസ് 2 ദൌത്യം മാറ്റിവച്ചു. ഫെബ്രുവരി 8 നടത്താൻ നിശ്ചയിച്ച വിക്ഷേപണമാണ് മാറ്റിവച്ചത്. വിക്ഷേപണം മാർച്ചിൽ പ്രതീക്ഷിക്കുന്നതായി നാസ അറിയിച്ചു. വെറ്റ് ഡ്രസ് റിഹേഴ്സൽ സമയത്ത് ലിക്വിഡ് ഹൈഡ്രജൻ ചോർച്ചയുണ്ടായെന്നും പിഴവുകളെല്ലാം പരിഹരിച്ചു മാത്രമേ വിക്ഷേപണം നടത്തൂ എന്നും നാസ വ്യക്തമാക്കി. 2 ദിവസമായി നടത്തിയ വെറ്റ് ഡ്രസ് റിഹേഴ്സലിൽ ലിക്വിഡ് ഹൈഡ്രജൻ ചോർച്ച പരിഹരിച്ചെങ്കിലും അത് വിശദമായി പഠിക്കുമെന്ന് നാസ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ഓറിയൻ പേടകത്തെ വഹിക്കുന്ന SLS റോക്കറ്റ് ടാങ്കിൽ ഇന്ധനം നിറയ്ക്കുന്നത് അടക്കമുള്ള വിവിധ ഘട്ടങ്ങൾ വെറ്റ് ഡ്രസ് റിഹേഴ്സലിൽ പരിശോധിച്ചു. 1972 ഡിസംബർ 19 ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ ഏറ്റവും ഒടുവിലെ അപ്പോളോ ദൌത്യം. 54 വർഷത്തിന് ശേഷമാണ് ചന്ദ്രനിലേക്കുള്ള ആർടെമിസ് 2 ദൌത്യം. ഈ ദൌത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിൽ കാലുകുത്തില്ലെങ്കിലും ചന്ദ്രനെ വലം വച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തും. 10 ദിവസത്തെ ദൌത്യത്തിൽ 4 ബഹിരാകാശ യാത്രികർ 4700 മൈൽ ദൂരം സഞ്ചരിക്കും. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ
അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ലോക്സഭയിലെ പ്രതിഷേധം. ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസിനും അടക്കം 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശത്തിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭയിൽ ചെയറിന് നേരെ പേപ്പറുകൾ എറിഞ്ഞുള്ള പ്രതിഷേധത്തെ തുടർന്ന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസിനും അടക്കം 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. രാഹുൽ സംസാരിക്കുന്നത് സ്പീക്കർ തടഞ്ഞതിനെ തുടർന്നായിരുന്നു വൻ പ്രതിഷേധം. പ്രതിപക്ഷാംഗങ്ങൾ ചെയറിന് നേരെ പേപ്പറുകൾ എറിഞ്ഞു. അംഗങ്ങൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി പ്രതിഷേധിക്കുകയായിരുന്നു. അമരീന്ദർ സിംഗ് രാജ വാറിംഗ്, ഗുർജിത് സിംഗ് ഔജ്ല, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, പ്രശാന്ത് പടോൾ, കിരൺകുമാർ റെഡ്ഡി, മാണിക്കം ടാഗോർ എന്നീ കോൺഗ്രസ് എംപിമാരെയും സിപിഐഎം എംപി എസ് വെങ്കിടേഷിനെയുമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നടപടി നേരിട്ട അംഗങ്ങൾക്ക് ഒപ്പം രാഹുൽ ഗാന്ധി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനഹൃദയങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടം. അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കാമെന്നത് യുഡിഎഫിന്റെ വ്യാമോഹം. മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെതിരെ യുഡിഎഫ് നടത്തുന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകൾ രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത്തരം ഡിജിറ്റൽ പ്രചരണം കൊണ്ട് സർക്കാരിനെ ഇല്ലാതാക്കാമെന്നത് വ്യാമോഹം. ജനങ്ങളുടെ ഹൃദയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇരിപ്പിടമെന്നും അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കാമെന്നത് യുഡിഎഫിന്റെ വ്യാമോഹമാണെന്നും മന്ത്രി വ്യക്തമാക്കി. എൽഡിഎഫ് സർക്കാർ വിവിധ മേഖലകളിലും വികസന രംഗത്തും നടത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെയും ജനപ്രീതിയാർജിച്ച നേട്ടങ്ങളെയും ജനശ്രദ്ധയിൽ നിന്നും വഴിതിരിച്ചുവിടുവാനാണ് പ്രതിപക്ഷം ഇപ്പോൾ കിണഞ്ഞു ശ്രമിക്കുന്നത്. വികസന വിരുദ്ധത മുഖമുദ്രയാക്കിയ യുഡിഎഫിനെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ വീണ്ടും തള്ളിക്കളയുക തന്നെ ചെയ്യും. വ്യാജ കുറ്റപത്രങ്ങൾ ചമയ്ക്കുന്നതിനു പകരം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനാണ് പ്രതിപക്ഷം തയ്യാറാകേണ്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.